പ്രഭാതം നമുക്ക് സമ്മാനിച്ച ദൈവത്തിന് ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവനുമായിട്ടൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ സൂം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സോണിയ എന്നാണ്. കോട്ടയം മണർക്കാട് സ്വദേശിയാണ്. ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഞാൻ ഈ കൺസെപ്റ്റ് ഏറ്റെടുത്ത് ആത്മാർത്ഥമായിട്ട് ടീമിനെ ചേർത്ത് പിടിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നു. നമുക്കറിയാം, നമ്മുടെ നിരന്തരമായ പ്രയത്നമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് നമ്മുടെ സൂം എന്ന് പറയുന്ന ഒരു രാവിലെ തന്നെ ഒരു ബൂസ്റ്റ് എനർജിയാണ് കാര്യം. നമുക്ക് ആ സൂം പ്രോഗ്രാം കഴിഞ്ഞാണ് നമ്മൾ ഓരോ വർക്കിന് പോകുന്നത്. സൂം എന്ന് പറയുന്നത് ഒരു ബൂസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ സൂമിൽ കടന്നു വന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി എല്ലാ ലീഡേഴ്സിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വരുന്നത് നമ്മുടെ മുക്കം സ്വദേശിയായിട്ടുള്ള നയന മാഡമാണ്. നയന മാഡം ബൈ പ്രൊഫഷൻ ഒരു നേഴ്സ് ആയിരുന്നു. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ നല്ല ആത്മാർത്ഥതയോടെ ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. സ്കോപ്പ് ഓഫ് ഈ ബയോട്ടോറിയം എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നയന മാഡം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കുക. എല്ലാവരും കഴിവതും വീഡിയോ ഓണാക്കി മറ്റുള്ള ശബ്ദങ്ങളൊന്നും നമുക്ക് വരാതെ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി വീഡിയോയിൽ തന്നെ വരിക. ഓക്കെ, ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ നയന മാഡത്തിനെ ഏറെ സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോണിയ മാഡം. എന്നെ സോണിയ മാഡം ഇവിടെ പരിചയപ്പെടുത്തി. എങ്കിലും ഞാൻ എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് നൈന, കാലിക്കറ്റ്, തിരുവമ്പാടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു വനിതാ ദിനം കൂടെ ആശംസിക്കുന്നു. അപ്പം സോണിയ മാഡം ഇവിടെ പറഞ്ഞു ഒരു ക്ലാസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്കറിയാം, ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ ആ ഒരു മേഖല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ട കാര്യങ്ങൾ വീണ്ടും കേൾക്കുന്ന സമയത്ത് ഒന്നുകൂടി നമ്മളെ ബ്രെയിനിലേക്ക് അത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇതൊരു ക്ലാസ് ആയിട്ടൊന്നും കാണേണ്ട. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരു ചർച്ചയിൽ കൂടി ആയാലും നമുക്ക് ഏതൊരു ലീഡേഴ്സ് ഇപ്പൊ നമുക്ക് ആരും എന്തൊരു കാര്യം പറഞ്ഞു തരുമ്പം ആ ഒരു വ്യക്തി എന്ന കാരണം ചിലപ്പോൾ നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറവായിരിക്കാം, പ്രായം കൊണ്ട് ചെറുതായിരിക്കാം, അങ്ങനെ എക്സ്പീരിയൻസ് കുറവായിരിക്കാം, അങ്ങനെ എല്ലാം ഉണ്ടാവും. പക്ഷെ എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു 6 AM ക്ലബിൽ കയറിയിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും നമ്മൾ കടന്നു വന്ന മേഖലയിൽ വളരെയധികം ഒരു വിജയം കാഴ്ചവെക്കണം, അതായത് എനിക്ക് നല്ല വിജയിക്കണം എന്ന അതിയായ താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു തണുപ്പാൻ കാലത്ത് പോലും ഈ ഒരു 6 AM ക്ലബിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയാണ്. അപ്പം അതേപോലെ ഇന്ന് ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി അനുവദിച്ചു തന്ന നമ്മുടെ മനോജ് സാറിനും മിനി മാഡത്തിനും ഒത്തിരി നന്ദി പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ദൈവത്തിന്റെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റുമാണ് നമ്മുടെ കൈകളിലേക്ക് ഡോക്ടർ സാഗർ ജോഷി സാർ തന്നിരിക്കുന്നത്. സാറിനും ഒത്തിരി നന്ദി പറയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കടന്നു വന്ന ഒരു മേഖല എത്രത്തോളം വലുതാണെന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നല്ലൊരു സമൂഹത്തിലേക്ക് നല്ലൊരു നന്മ നമ്മുടെ ഈ കയറിയിരിക്കുന്ന എല്ലാവരുടെയും, അതായത് നമ്മൾ ഈ ബയോട്ടോറിയം ഏറ്റെടുത്ത ആളുകളുടെയും ഏറ്റവും ഒരു നന്മ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ഒരു നന്മ ചെയ്യാൻ വിനിയോഗിക്കപ്പെട്ട, അതായത് ദൈവം നിയോഗിക്കപ്പെട്ട കുറെ പേരാണ് നമ്മളെ ഈ ബയോട്ടോറിയത്തിൽ ഐഡി അടിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും തന്നെ. അപ്പൊ നമ്മുടെ ഒരു വരുമാനം, നമ്മുടെ ഒരു ഉയർച്ച മാത്രമല്ല, കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനവും കൂട്ടായിട്ടുള്ള ഒരു ഉയർച്ചയും ഒരുപാട് ആളുകളിലേക്ക് സമൂഹത്തിലേക്ക് സമ്പത്തും ആരോഗ്യവും പ്രദാനം ചെയ്തുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന ഒരു ഉറച്ച മനസ്സോടു കൂടി കയറി വന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് ഈ ബയോട്ടോറിയം എന്ന, കാരണം ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ ബയോട്ടോറിയം എന്ന ഒരു കമ്പനി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കടന്നു വരുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഏതൊരു സ്ത്രീയുടെ വിജയത്തിന് പിറകിലും നമുക്ക് ഒരു പുരുഷന്റെ കൈ ഉണ്ടായി.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടില് നമുക്കറിയാം, ഏതൊരു കുടുംബത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും സ്ത്രീയും പുരുഷനും ഒരേപോലെ ഇന്ന് അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ വർദ്ധിച്ചു വരുന്ന ഓരോ ചിലവുകള്, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്ന് വേണ്ട നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇന്ന് വലിയ വലിയ ആളുകൾക്കുള്ളതാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടിയ ആളുകൾക്ക് മാത്രമുള്ളതാണ്. എനിക്കതൊന്നും ചെയ്യാൻ സാധിക്കില്ല, നല്ലൊരു വീട് വെക്കാൻ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ എല്ലാവരെ പോലെ എൻ്റെ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കില്ല എന്നെല്ലാം ഉള്ള ആ ഒരു ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന, കാരണം പഴയ കാലത്തെ അപേക്ഷിച്ച് എന്തിനും ഏതിനും പണം വേണം, പണം മാത്രം. പഴയ കാലത്ത് കുറഞ്ഞൊരു ഇതായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ എത്രയോ മടങ്ങാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിൽ കൂടെ നമ്മുടെ ഈ ഒരു കമ്പനി, ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ, കുഴിച്ചു മൂടപ്പെട്ട ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പൊടി തട്ടിയെടുത്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, എനിക്ക് നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് നല്ല രീതിയിൽ വളർന്നു വന്ന് നല്ല ഒരു ആത്മാർത്ഥതയോട് കൂടിയായ നമുക്ക് സമൂഹത്തിനെ നയിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഒരു ഉറച്ചൊരു മനസ്സോടു കൂടിയാണ് നമ്മളെല്ലാവരും ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്തത്. അതിനകത്ത് തന്നെ ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു കമ്പനിയെ നമ്മളെല്ലാവരും ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കമ്പനി, ഈ ബയോട്ടോറി എന്ന കമ്പനി മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പം വെൽനസ് പ്രൊഡക്റ്റുകളുള്ള ഒരുപാട് കമ്പനികൾ ഇന്ന് നമുക്കുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മുടെ നിയോഡൈമിയം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സാഗർ ജോഷി സാറ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നതാണ് നമ്മുടെ കമ്പനിയെ എല്ലാ കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കാരണം നമുക്കറിയാം, നിയോഡൈമ്യത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നു, ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും ഇന്ന് ഓരോ കുടുംബത്തെ എടുത്തു നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ പണം ചിലവഴിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ഇൽനസ് മേഖലയാണ്, മറ്റൊന്ന് വെൽനസ് മേഖലയാണ്. ഇൽനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു മേഖലയാണ് ഇൽനസ് മേഖല. അതിനിവിടെ ഡോക്ടേഴ്സ്, ഹോസ്പിറ്റല്, എല്ലാ ഫെസിലിറ്റി സൗകര്യങ്ങളും ഇന്നിന് നമുക്കിവിടെ ലഭ്യമാണ്. വെൽനസ് എന്നാൽ നമുക്കറിയാം, ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും ആത്മീയപരമായിട്ടുള്ള ഒരു സൗഖ്യത്തെയാണ് നമ്മൾ വെൽനസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വെൽനസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ബയോട്ടോറിയം എന്നൊരു കൺസെപ്റ്റ് ഏറ്റെടുത്ത് അതിന്റെ ഒരു 90% ആളുകളും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ആ ഒരു ഗുണം മനസ്സിലാക്കി ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് തന്നെയാണ് ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ന് 99% അസുഖങ്ങളുടെയും കാരണം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 ചില്ലാനം രോഗത്തിനുള്ള ഒരു പ്രതിവിധി കൂടിയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏറ്റെടുത്ത് നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മറ്റ് കമ്പനികളിൽ നിന്ന് നമ്മൾ കേൾക്കാത്ത തരത്തിൽ നമ്മൾ ഈ ബയോട്ടോറിയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന കുറെ ലീഡേഴ്സ് കേൾക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നമുക്ക് നേരെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ഈ ഒരു ഞങ്ങൾ എന്തിന്, എനിക്ക് രോഗങ്ങൾ ഒന്നുമില്ല, ഞാൻ എന്തിന് ഇത് ഉപയോഗിക്കണം എന്നാണ് ഫസ്റ്റിൽ എല്ലാരും ചോദിക്കുന്നത്. പക്ഷെ നമ്മളുടെയൊക്കെ ധാരണയാണ് എനിക്കൊരു രോഗമില്ല എന്നുള്ളത്. നമുക്കുള്ളിൽ ഉണ്ടായിരിക്കാം, നമ്മൾ അറിയാതെ പോകുന്നതായിരിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു വെൽനസ് പ്രൊഡക്റ്റ് നമ്മൾ എന്തിന് ഉപയോഗിക്കണം എന്നൊരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ വെൽനസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ബാക്കിയെല്ലാം നമ്മൾ ഇന്റേണൽ ആയിട്ട് കഴിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മുടെ കമ്പനിയിലും വന്നിട്ടുണ്ട്, മറ്റു കമ്പനികളിലും ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഉള്ളിലേക്കൊന്നും കഴിക്കാനില്ല, എക്സ്റ്റേണൽ യൂസ് ആണെന്ന് പറയുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് അതൊരു കേൾക്കാൻ തയ്യാറാവും. അപ്പൊ അങ്ങനെ ഒരു ചികിത്സയുണ്ട്, ആൾക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ 3000 വർഷത്തോളം പഴക്കമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്, പുതിയതല്ല. പക്ഷെ നമ്മൾ ആളുകളോട് പറയുന്ന സമയത്ത് അവർ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല. നമ്മളെക്കാൾ ഒരുപാട്
വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കാം, സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ഒരുപാട് ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ ഇതുമായിട്ട് പോകുന്നത്. നമ്മൾ പറയുന്ന സമയത്ത് അവൾ പെട്ടെന്ന് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെനിക്ക് ആവശ്യമല്ല, കാരണം എനിക്ക് പണം ഉണ്ടെങ്കിൽ എന്തും ഉണ്ടാവും, വിലക്കെടുക്കാം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് കൂടുതൽ പണമുള്ള ആളുകൾക്ക്. അല്ലാതെയുള്ള ആളുകൾ എന്താ ചിന്തിക്കുന്നത്, എനിക്ക് രോഗമൊന്നും വരില്ല. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങി, അപ്പം നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, അതിനൊരു കവർ ഇടും അല്ലെ? ഇപ്പം ഹെൽമെറ്റ് വെക്കാൻ പറയുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു മുന്നോട്ടുള്ള ഒരു പ്രതിവിധി എന്ന നിലയിലാണ് നമ്മൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്കൊരു വെൽനസ് പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾ അത് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ആരും തന്നെ അത് ഒരു പൂർണ്ണ മനസ്സോടു കൂടിയല്ല ഫസ്റ്റ് അത് കേൾക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആവശ്യകത നമ്മൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തിന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം, ഉപയോഗിക്കണം? ഇപ്പൊ പഴയ കാലത്തെ അപേക്ഷിച്ച് നമുക്കറിയാവുന്നതാണ്, ഈ നിയോഡൈം എന്ന് പറഞ്ഞ ഒരു മാഗ്നറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു ബയോ മാഗ്നറ്റ് പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഇന്ന് നമ്മൾ ഭൂമിയിൽ ജീവജാലങ്ങൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഘടകങ്ങൾ ആവശ്യമാണ്: എയർ, വാട്ടർ, ഫുഡ്, സൺലൈറ്റ് ആൻഡ് മാഗ്നറ്റിക് എനർജി. കാരണം നമുക്കറിയാവുന്നതാണ്, ഫുഡ്, സൺലൈറ്റ്, എയർ, വാട്ടർ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ അത് നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ബയോ മാഗ്നറ്റിക് എനർജി അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് കാര്യം ആരും അത്ര വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. അറിയുന്ന ആളുകൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ബയോ മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം. അപ്പൊ നമുക്കറിയാം, 1954 ലിനൻ സ്കാൽപോൾ എന്ന ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് ഈ ഒരു ബയോ മാഗ്നറ്റിസത്തിന് ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പറാക്കാൻ സഹായിക്കുന്നു എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിനാണ്. അപ്പൊ അത്രയും നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യമാണ് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതും. അപ്പൊ നമ്മുടെ കാലിന് നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചെരുപ്പിടാതെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ആ ചെരുപ്പ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ഒരിക്കലും നമുക്കൊരു ചെരുപ്പിടാത്ത ലോകത്തെ പറ്റി ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ നമ്മള് പണ്ട് കാലത്ത് ചെരുപ്പിടാതെ നടന്ന പ്രകൃതി അന്നും ഇന്നുമായിട്ട് പൊല്യൂട്ടഡ് ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആ ചെരുപ്പ് നമുക്ക് അറിയാം, ചെരുപ്പിടാതെ നടക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബയോ മാഗ്നറ്റിക് എനർജി നിർബന്ധമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു ബയോ മാഗ്നറ്റിക് എനർജി എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം എന്നതിനെ പറ്റി അമേരിക്കയിൽ നിന്ന് ബയോ മാഗ്നറ്റിസത്തിൽ നമ്മുടെ MD ഡോക്ടറേറ്റ് എടുത്ത് ഇഴകീറി പരിശോധിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം, നിയോഡൈമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗോസ് പവറിലാണ് അതിനളക്കുന്നത്. അപ്പൊ എത്രത്തോളം നമുക്കൊരു ഗോസ് പവർ നമ്മുടെ ശരീരത്തിന് ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ടോ അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റുമായിട്ടും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഇൽനെസ് മേഖല ഒരുപാടുണ്ട്, ഇനി നമുക്ക് വേണ്ടത് വെൽനസ് മേഖലയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ പഞ്ചായത്തിലും വെൽനസ് സെന്ററുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വെൽനസിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് കുടുംബങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ബയോ മാഗ്നറ്റ്, അതായത് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ഒരുപാട് തെറാപ്പി സിസ്റ്റങ്ങളുണ്ട്. മാഗ്നറ്റ് തെറാപ്പി, മഡ് തെറാപ്പി, വാട്ടർ തെറാപ്പി, അതേപോലെ തന്നെയുള്ള ഒരു തെറാപ്പി സിസ്റ്റാണ് മാഗ്നറ്റ് തെറാപ്പി, അതായത് ബയോ മാഗ്നറ്റ് തെറാപ്പി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ഭൗമകാന്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്തിനിത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡോക്ടേഴ്സ് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട്, നടക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പൊ നമ്മളെല്ലാരും നടക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ എങ്ങനെ നടക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഷൂവും സോക്സും ഇട്ട് അതായത് മെയിൻ റോഡിലൂടെയാണ് നമ്മളെല്ലാരും നടക്കുന്നത്. അപ്പൊ
അപ്പൊ നമുക്ക് ഈ ഒരു ബയോമാഗ്നറ്റിക് എനർജി നമ്മുടെ കാലിലെ പ്രഷർ പോയിന്റിൽ കൂടെ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് ശരിക്കും നടക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചെരുപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അത് കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അതേ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ നടക്കുകയും എക്സസൈസ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടനവധി രോഗത്തിൽ നിന്ന് മാറാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ ആ ചെരുപ്പിന്റെ ഉപയോഗം സാധ്യമല്ല, ഉപയോഗം നമുക്ക് നിർത്തിവെക്കാൻ സാധ്യമല്ല എന്നുള്ളത്. കാരണം നമുക്കറിയാം ഡോക്ടേഴ്സ് നമ്മൾ നടക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ നാളെ മുതൽ നമ്മൾ ചെരുപ്പിടാതെ നടക്കാൻ ശീലിച്ചാൽ ഉണ്ടാവുന്ന നമുക്കറിയാം അതിന് ഏറ്റവും ഒരു വിപത്ത് എന്ന് പറയാം അല്ലെ. കാരണം നമ്മൾ ആ ചെരുപ്പിടാതെ പോകുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ അടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് ബാക്ടീരിയകൾ കയറി നമ്മുടെ കാല് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വരെ എത്തിച്ചേരും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ചെരുപ്പിടാതെ നടക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമ്മുടെ ആ ബ്ലഡ് സർക്കുലേഷൻ, ഇപ്പൊ രോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ രോഗം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് നമ്മളോട് പറയും കുറച്ച് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെന്ന്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ പുറത്തേക്ക് ഈ രോഗത്തിനുള്ള സയൻസ് ആൻഡ് സിംറ്റം പുറത്ത് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളൊരു രോഗമുണ്ട് എന്ന് പറയുന്നതും ആ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നതും. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് ഒരു ഡോക്ടേഴ്സിന് പോലോ അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒരു ടെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചില ടെസ്റ്റ് ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ടാവാം, പക്ഷെ പിറ്റേ ദിവസം നമ്മൾ കിടപ്പ് രോഗിയായി മാറുന്നത് കാണാം. നമ്മൾ എപ്പോഴും നമ്മളൊരു സമൂഹത്തിൽ പറയുന്നത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് പറയാറ്. പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ളത് ഒരു രോഗവും ഇല്ലാത്ത ആളുകൾ ഫസ്റ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റ് അത്യാവശ്യമായിട്ടും ഉപയോഗിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് വേണ്ടിയും എന്തെങ്കിലും അസുഖമുള്ള ഇപ്പം ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അത് മാറാനും കുറയാനും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത് തീർത്തും പറയുക വേണം. ഒരിക്കലും നമ്മളൊരു രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സോ നമ്മളൊരു ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലിനോ ഒന്നും എതിരല്ല. നമ്മളൊരു അവയർനെസ് കൊടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് അവരെ രോഗത്തിൽ നിന്ന് നമ്മുടെ ഈ ഒരു ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. നമ്മളത് ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ചികിത്സിക്കാൻ നടക്കുന്ന ഡോക്ടേഴ്സ് അല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മളോട് അവര് പെട്ടെന്ന് നമ്മളോട് ഈ ഒരു എനിക്ക് രോഗമല്ല നമ്മൾ ചെന്ന് പറയുന്ന സമയത്ത് അടുത്ത വീട്ടിലെ രാധേച്ചി ഉണ്ട്, ഗീതേച്ചി ഉണ്ട്, നിങ്ങൾ അവർക്ക് കൊടുക്കൂ എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണമാണ്. നമ്മൾ എപ്പോഴും പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോഴേ നമ്മള് ഗുണം കിട്ടിയ കാര്യങ്ങൾ കുറെ വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിന് ഇത്രത്തോളം ഗുണമുണ്ട് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഇത് നമ്മൾ എന്താണ് മൈൻഡിലേക്ക് വരുന്നത്, ഇത് രോഗത്തിന് ചികിത്സിക്കുന്നതല്ലേ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇത് എനിക്ക് വേണ്ട മറ്റൊരാൾക്ക് കൊടുക്കൂ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ രോഗമില്ലാത്ത ആളുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ എല്ലാവരിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട മെയിൻ കാരണം എന്ന് പറയുന്നത്. ചില വീടുകളിൽ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഉണ്ടാവാം, കുട്ടികൾ ഇത് കേൾക്കാൻ പോലും തയ്യാറാവില്ല. നമ്മൾ പറയുന്ന കാര്യം എന്താണ് ജസ്റ്റ് അവരോടൊന്ന് പറയേണ്ടത് നിങ്ങൾ ഇതിനെ പറ്റി ഒന്ന് കേൾക്കാൻ ഇരുന്നതാണ്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ കേട്ട് കഴിഞ്ഞാലേ അവർക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും നമ്മൾ ഇരുത്താൻ നോക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി അത് അവർക്ക് പെട്ടെന്ന് എവിടെയും പോകേണ്ട ആളുകളായിരിക്കാം. നമ്മൾ തിരക്കിട്ട് അവരെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവര് എവിടെയും പോകാൻ ഇറങ്ങുന്നൊരു തിരക്കിട്ടുള്ള സമയമായിരിക്കാം, അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വന്ന് വീട്ടിൽ ഒരു തിരക്കുള്ള സമയമായിരിക്കാം. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ നമുക്ക് അവരോട് പറയാം ഞാൻ പോയിട്ട് വരാം, അല്ലെങ്കിൽ ഇന്നാണ് വരേണ്ടത്, അല്ലെങ്കിൽ സാറിന് എപ്പോഴാണ് സമയം കിട്ടുന്നത് എന്ന് ചോദിച്ച് ആ ടൈം ചോദിച്ചു വാങ്ങി നമുക്ക് ആ ഒരു ദിവസം അവരുടെ അടുത്തേക്ക് ചെല്ലാവുന്നതാണ്. അപ്പൊ ആ രീതിയിലാണെങ്കിൽ കാരണം നമുക്ക് അറിയാം ഇത് ഒരിക്കലും ഒരു വിറ്റഴിച്ച് നടക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയോ ഒരു മാർക്കറ്റിംഗ് ഫീൽഡോ അല്ല.
ഇത് ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് ഇത് ഉപയോഗിക്കണം. വാങ്ങി വെച്ചത് കൊണ്ട് നമുക്കറിയാം ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരിത്രയും എമൗണ്ട് കൊടുത്ത് നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് ചില ആളുകൾ അത് വാങ്ങി വെക്കുന്നുണ്ട്, പക്ഷെ ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കാത്തതിന്റെ കാരണം ചില ആളുകൾ, നമുക്കൊക്കെ അറിയാം, നമുക്ക് ദുഃഖകരമായ കുറെ അവസ്ഥകളാണ് ഇതൊരു ചവിട്ടി മാറ്റായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി. കാരണം അവർക്ക് അത്രത്തോളം അവർക്ക് ഇത് കൊടുക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് അവരുടെ മൈൻഡിലേക്ക് ഇത് എന്തിനു ഉപയോഗിക്കണം എന്നുള്ളതും ഇതിന്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ് അവരിതൊരു മാറ്റായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയ്ക്കും നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രാധാന്യവും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇവിടെ പറഞ്ഞത്, ഈ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം എന്നൊരു കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സമൂഹത്തിലേക്ക് ഈ ഒരു അവയർനെസ് കൊടുത്ത് നല്ലൊരു കാരണം നമുക്കറിയാം ആരോഗ്യവും സമ്പത്തുമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കമ്പനി, ഈ ബയോട്ടോറി എന്ന കമ്പനി ആരോഗ്യവും സമ്പത്തും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് നമ്മളെ കമ്പനിയുടെ MD പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ആര് പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് ഉപയോഗിച്ച് ഈ ഒരു റിസൾട്ട് എടുത്ത ആളുകൾ മാത്രമേ ഇത് പുറത്ത് പറയാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതൊരു ഫസ്റ്റ് തന്നെ നമ്മൾ ഇതൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമുക്കറിയാവുന്നതാണ്. ഇത് മാൻ പവർ അല്ലെ, ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ വെച്ച് അങ്ങനെ കസ്റ്റമർ ആയിട്ട് മാത്രമല്ല ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളൊരു 3 വ്യക്തികളോടെങ്കിലും നമ്മളിത് ഫസ്റ്റ് പറയണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത് പറയാൻ തയ്യാറായാൽ നമുക്ക് സമൂഹത്തിലേക്ക് ഒരുപാട് നന്മ ചെയ്യാൻ കഴിയും. അതുവഴി നമുക്ക് നല്ലൊരു ടീം ഡെവലപ്പ്. ഇപ്പൊ നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടീം ഡെവലപ്പ്, ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റിയ ഒരു മേഖലയല്ല ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? നമുക്ക് നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ഒരു നമുക്കറിയാം നമ്മളെക്കാൾ കഴിവും കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സിനെ നമ്മൾ നമ്മുടെ ടീമിൽ കൊണ്ടുവരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് ആളുകളുടെ, അതായത് നമുക്കറിയാം ഈ ഒരു അവയർനെസ്, അതായത് നമ്മുടെ എന്ത് കാര്യം ഇപ്പൊ ഒരു നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യണം, ലീഡർഷിപ്പിലേക്ക് നമ്മൾ വരണം. അപ്പം നമ്മൾ ആരാണ് ലീഡർ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈനെയാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പൊ ഞാൻ ആണ് എൻ്റെ ടീമിന്റെ ലീഡർ എന്ന് പറയാൻ നമുക്ക് എന്ന് സാധിക്കുന്നു അന്ന് മുതലാണ് നമ്മുടെ ടീമിന്റെ വളർച്ച തുടങ്ങുന്നത്. അപ്പൊ ഞാൻ സ്വയം ഏറ്റെടുത്ത് എൻ്റെ ബിസിനസ് ഇത് എൻ്റെതാണ് എന്ന് സ്വയം ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു ടീമിനെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടത് കുറെ ാണ്. അപ്പൊ നമുക്കൊരാളെ പോയി കോൺഫിഡൻസോട് കൂടി ഇപ്പൊ നമ്മൾ ഈ ഒരു ടീം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു IBLന്റെ നേതൃത്വത്തിലായാലും KBCയുടെ നേതൃത്വത്തിലായാലും നമുക്കറിയാം കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ടീം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബയോട്ടോറിയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു ടീമിലാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. KBC എന്ന് പറയുന്ന നമ്മുടെ നമുക്കറിയാം മനോജ് സാർ നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ടീമിലാണ് നമ്മൾ ചെയ്യാൻ നോക്കിട്ട് എന്തോ ഒരു ഇതുപോലെ. സോറി, മാഡം ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു ടീമിലാണ് ഈ ബയോട്ടോറിയം തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നമുക്കറിയാം ഒരു വിത്ത് വന്ന് വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു വിത്ത് വീണ പ്രതലം എത്രത്തോളമാണോ ആ പ്രതലത്തെ അനുസരിച്ചിരിക്കും നമ്മുടെ വളർച്ചയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ മനോജ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു KBC എന്ന് പറയുന്ന ഒരു വലിയ ഒരു ടീമിന്റെ അണ്ടറിലാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം
കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഒത്തിരി അറിവുകൾ ഈ ഒരു 6am ക്ലബ്ബ് മുതൽ ഒരുപാട് നമ്മുടെ ടീമിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ട ഒത്തിരി അറിവുകൾ നമുക്ക് പല സ്ഥലത്തുനിന്ന് പല അറേഞ്ച്മെന്റും പല പ്രോഗ്രാമുകളും നമുക്ക് മനോജ് സാറ് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമ്മളും നമ്മളുടെ ടീമും വിനിയോഗിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ പ്രാധാന്യം. അതായത് നമ്മുടെ ആ ടീമിന്റെ വളർച്ച. കാരണം നമ്മളത് നമുക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ കമ്പനി ഇഷ്ടം പോലെ മറ്റു കമ്പനികളെ അപേക്ഷിച്ച് നമ്മുടെ കമ്പനി ഏറ്റവും കൂടുതൽ ഇൻകം തരുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാറ് ഇതിന്റെ മുൻപായിട്ട് എറണാകുളത്ത് വന്ന സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻകം തരുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഇതിനേക്കാൾ നമ്മുടെ കമ്പനി ഏതെങ്കിലും ഒരു കമ്പനി ഈ ഒരു കമ്പനിയേക്കാൾ കൂടുതൽ ഇൻകം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ പാരിതോഷികം തരുന്നതാണ് നമ്മുടെ MD പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ചലഞ്ച് ഇന്ന് വരെ ആർക്കും തന്നെ ഏറ്റെടുത്തിട്ട് അത് ആ ഒരു പ്രൂവ് ആയിട്ട് കൊടുക്കാനോ, അപ്പം ആ ഒരു 50 ലക്ഷം രൂപ ആർക്കും ഏറ്റെടുക്കാനോ, നമ്മൾ പറയാറുണ്ട് നമ്മൾ ഈ കമ്പനിയേക്കാൾ വലിയ കമ്പനി വേറെ ഉണ്ട് എന്നെല്ലാം പറയാറുണ്ടെങ്കിൽ പോലും ഒരിക്കലും അതൊരു പ്രൂവ് ചെയ്ത ഒരു 50 ലക്ഷം രൂപ MDന്റെ അടുത്തുനിന്ന് വാങ്ങിയെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കമ്പനി നമുക്ക് എത്രത്തോളം നമുക്ക് ഈ ഒരു ഇൻകം തരാൻ തയ്യാറാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെ വാങ്ങിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മുടെ നമുക്ക് മനോജ് സാറ് നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും നമുക്കറിയാം. നമ്മുടെ ഇന്ന് ഐഡിയ എടുത്തു വന്ന ഒരു പുതിയ ആളുകളെ പോലും നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാർ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് നമ്മുടെ ടീമിനു വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നുണ്ട്. അപ്പൊ അത് വേണ്ട വിധം നമ്മളും നമ്മുടെ ടീമും ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് അറിയാം, ഒരു ബിസിനസ് തുടങ്ങണേ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വെറും നമുക്ക് സാധാരണക്കാർക്ക് ഇതിനകത്തേക്ക് ഐഡിയ എടുത്ത് വരാൻ ഒരു ബൂസ്റ്റർ പ്ലാൻ ആയിട്ട് 4800 രൂപയുടെ ഒരു ഐഡിയ അടിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പം എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പൊ അത്രയ്ക്കും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏതൊരു സാധാരണക്കാരനും വളരെ പെട്ടെന്ന് തന്നെ അത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ ടീം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മൾ പോകുക, കാര്യങ്ങൾ അറിയുക, മനസ്സിലാക്കുക, നമ്മളത് ടീമിലേക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ ലീഡേഴ്സിന്റെയും കടമ. അപ്പം ദൂരം നോക്കാതെ, ടൈം ലിമിറ്റ് ഇല്ലാതെ, നമ്മൾ ഒരു എക്സ്ക്യൂസ് പറയാതെ ആരാണോ നമ്മളുടെ ടീമിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും ഒരു നിർബന്ധത്തിന് വിധേയമാവാതെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എന്റെ ടീമിനെ ഞാൻ നയിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ലീഡർഷിപ്പിലേക്ക് വളർന്നു വരണം, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി സ്വയം ഒരു ലീഡറായിട്ട് മുന്നോട്ട് വരുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം, ടീം തന്നെയാണ് നമ്മുടെ ബലം. എപ്പോഴും മനോജ് സാറൊക്കെ നമ്മളുടെ പറയാറുണ്ട്, ഏതൊരു പ്രോഗ്രാമിൽ വരുന്ന സമയത്തും നമ്മുടെ ടീമിൽ എത്ര ആളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ അതാണ് നമ്മളുടെ ടീമിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പം ടീം തന്നെയാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാവുന്നതാണ് വിന്നേഴ്സും ജീനിയസ് എന്ന് പറഞ്ഞ രണ്ട്. അപ്പം ആ ഒരു ജീനിയസും വിന്നേഴ്സും നമ്മൾ വളരെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിൽ നമുക്ക് വിജയിക്കാനായിട്ടോ, നമ്മൾ വിചാരിച്ച സ്വപ്നങ്ങൾ, നമുക്ക് ഒരുപാട് ഗോളുകൾ ഉണ്ടാവാം, നമുക്ക് ഓരോ ഗോളും സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടീം തന്നെയാണ് പ്രധാനം. അപ്പൊ ആ ടീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓരോ വ്യക്തിയുടെയും ആവശ്യകത. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഒരുപാട് ഇതൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ വേണ്ടത് സ്മാർട്ട് വർക്കാണ് അല്ലെ. ഒരുപാട് കായിക അധ്വാനമുള്ള ജോലികളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. നമ്മുടെ കഴുത്തിന്റെ മുകളിലോട്ട് മാത്രമാണ് നമുക്കിവിടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്ലാസ് നമുക്ക് കിട്ടുക, നമ്മൾ അതേപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ വിനിയോഗിച്ച് അറിവ് നേടിക്കൊണ്ട്, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു 2 day ട്രെയിനിങ് ക്യാമ്പ് നമുക്ക് പാലക്കാട് വെച്ച് നടന്ന് നമുക്ക് വളരെയധികം എന്താ പറയാ, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയൊരു നല്ല 2 ക്ലാസ് ആയിരുന്നു ആ 2 ദിവസം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നമുക്ക് 2 day ട്രെയിനിങ് ക്യാമ്പായിട്ടും ഒരുപാട് ക്ലാസ്സുകൾ അത് നമ്മൾ വേണ്ട വിധം വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പോരായ്മ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനായാലും എനിക്ക് എല്ലാ പ്രോഗ്രാമുകളിലും ഞാൻ എത്തുന്നുണ്ട്, പക്ഷെ ടീം ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഒത്തിരി മുന്നോട്ട് വരുന്നതിൽ കുറെ
കാലതാമസം നേരിടുന്നു. ഇപ്പൊ നമുക്കറിയാം ലൈഫ് ഈസ് എ ജേണി അല്ലെ, വി ആർ ട്രാവലേഴ്സ്. നമ്മളെല്ലാവരും ഒരു യാത്രക്കാര് മാത്രമാണ് അല്ലെ ജീവിതത്തില്. അപ്പൊ നമ്മളുടെ ഈ ഒരു യാത്രയാവുന്ന ഈ ഒരു ബസ്സില് നമുക്ക് ഒരുപാട് ആളുകൾ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരാനുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന ആളുകൾ ആ ടീമിനെ നല്ല രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്. നമ്മളിത് ഏറ്റെടുത്തു, ഞാൻ ഈ ബയോട്ടോറിയത്തിൽ ഉണ്ട് എന്ന് ഇപ്പം പലപ്പോഴായിട്ടും നമ്മൾ ഈ ബയോട്ടോറി എന്ന് പറഞ്ഞ ഒരാളോട് പറയുന്ന സമയത്ത് നമ്മളോട് പറയുന്നുണ്ട്, ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഈ ബയോട്ടോറിയത്തിൽ ഒരാൾ ഞങ്ങളെടുത്ത് വന്നു, ഇപ്പൊ അവര് നിർത്തിപ്പോയി. നമ്മളെല്ലാരും കേൾക്കുന്ന നിർത്തിപ്പോയി എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ്? നമ്മുടെ കമ്പനിയുടെ കുഴപ്പമാണോ, ലീഡേഴ്സിന്റെ കുഴപ്പമാണോ? അല്ല. എന്തുകൊണ്ടാണ് അവർ നിർത്തിപ്പോകുന്നത്? അത് അവരുടെ തന്നെ കഴിവുകേട് എന്ന് തന്നെ പറയാം. പക്ഷെ എന്നോട് പല ആളുകളും പറയാറുണ്ട്, നമ്മൾ ഈ ലിംഗത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഇത്രത്തോളം കൊടുക്കാൻ കമ്പനിക്ക് കഴിയോ എന്നെല്ലാം നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവര് നിർത്തിപ്പോയി എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അത്രയും നമ്മളെ കമ്പനി തരാൻ തയ്യാറാണ്, എന്തുകൊണ്ടാണ് അവര് നിർത്തിപ്പോകുന്നത്? അത് ഓരോ ആളുകളുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. അപ്പൊ ഇതിൽ വന്ന ഒരാള് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ആരെയാണ്? ഇത് നിർത്തിപ്പോയ ആളുകളെ അല്ലെങ്കിൽ അത് ഓർത്ത് വിഷമിക്കുക അല്ല നമ്മളെ ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമ്മൾ ഇതിൽ വന്ന് വിജയിച്ച ആളുകൾ, മനു സാറിനെ പോലെയുള്ള, നമുക്കറിയാം അല്ലെ, സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു സാറാണ്. ഇന്നും ആ ഒരു എളിമ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുള്ളത് തന്നെയാണ് സാറിന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതും നമ്മളുടെ ഒരു ടീമിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പൊ മനു സാർ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് ലീഡേഴ്സ്, ഇന്ന് ഇവിടെ പ്രവർത്തിക്കാത്ത ലീഡേഴ്സ് പോലും ഇതിനകത്തുനിന്ന് 4.5 കോടി രൂപയോളം ഏൺ ചെയ്ത് 3.5-4 കോടി ഏൺ ചെയ്തിട്ട് പോലും ഇത് നിർത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ്? അവർക്ക് ഇതിനകത്തുനിന്ന് കിട്ടാൻ അത്രേ അവർക്ക് ദൈവഭാഗ്യമുള്ളൂ എന്ന് പറയാം. പക്ഷെ ഇന്ന് നമുക്കറിയാം എപ്പോഴും നമ്മുടെ മനു സാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, 161 കോടി രൂപ എന്നല്ലേ. അപ്പൊ നമ്മള് ആദ്യം 10 മാസം കൊണ്ട് മനു സാർ പറയുമ്പോൾ നമ്മളെല്ലാരും ചിന്തിക്കാറുണ്ട്, അത് എങ്ങനെ സംഭവിച്ചു. അത്രയും ആത്മാർത്ഥമായിട്ട് നെഞ്ചോടെ ആയതുകൊണ്ട് മാത്രമാണ് മനു സാറിന് ഒരു 10 മാസം കൊണ്ട് ഈ 1 കോടിയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പൊ അതേപോലെ തന്നെ ഒരു അൺലിമിറ്റഡ് ഇൻകം പാസീവ് അല്ലെ, നമ്മൾ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാണ്ടായ കാരണം എന്താണ്? ഒരു പാസീവ് ഇൻകം തന്നെയാണ് അല്ലെ. അപ്പം നമുക്ക് ഏതൊരു മേഖല എടുത്ത് നോക്കുകയാണെങ്കിലും പാസീവ് ഇൻകം, അതേപോലെ തന്നെ നമ്മുടെ കമ്പനി അത്രയ്ക്കും നല്ല വരുമാനം തരുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും കോൺഫിഡൻസിൽ ഓരോ സമയത്തും മനു സാർ നമ്മളോട് പറയുന്നത് 161 കോടി രൂപ ഞാൻ നേടുന്നു. അപ്പം 10 മാസം കൊണ്ട് 1 കോടി വാങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അത് എങ്ങനെ നേടി. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ആ 161 കോടി രൂപ മനു സാർ പുഷ്പം പോലെ നേടിയെടുക്കുന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലെ. അതേപോലെ നമുക്ക് മാറാൻ സാധിക്കുന്നുള്ളതും നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പൊ ഇന്ന് കാരണം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മാത്രമേ പെയിൻ എടുക്കാൻ തയ്യാറാവണം. ഇപ്പൊ സാറ് പല സമയത്തും പറയാറുണ്ട്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടന്നുറങ്ങിയ ഓരോ കഥകള്, വെള്ളം പോലും കുടിക്കാത്ത. അപ്പം അത്രയും പെയിൻ എടുത്തിട്ട് തന്നെയാണ്, റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പം എന്നോട് തന്നെ പല ആളുകളും പറയാറുണ്ട്, ഞാൻ നേഴ്സിംഗ് മേഖല നിർത്തി. അപ്പം വരുമാനത്തെ പറ്റി നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് ആ നേഴ്സിംഗിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇന്ന് ഞാൻ ഇതിനകത്തുനിന്ന് നേടിയെടുക്കുന്ന വരുമാനവും പറയുന്ന സമയത്ത് തന്നെ പറയാറുണ്ട്, നിർത്തി നേഴ്സിങ്ങിന് പോവാനാണ് എല്ലാരും പറയുന്നത്. അതിന്റെ കാരണം എന്താ? നമുക്ക് ഇന്ന് താൽക്കാലികമായിട്ട് ജീവിച്ചു പോകാം. നമുക്ക് ഇന്ന് മാത്രം കിട്ടുന്ന വരുമാനം, നമുക്ക് ഡെയിലി കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ആ ഒരു വരുമാനത്തെ മാത്രം നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ജോലി എന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും പല സമയത്തും പല ലീഡേഴ്സിനും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്, ഇത് നിർത്തി നമുക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാം. ഇതിലിരിക്കുന്ന ആളുകളെ അല്ല ഞാൻ പറയുന്നത്, നിർത്തിപ്പോയ ഒരുപാട് ആളുകളുടെ മെന്റാലിറ്റിയാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് നിന്നാൽ ഒന്നും നേടാനില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് ഡെയിലി ഒരു പണം കിട്ടുന്ന സാധാ ഒരു ജോലിയിലേക്ക് മാറുന്നതിന്റെ കാരണം നമ്മൾ താൽക്കാലികമായിട്ടൊരു ഇൻകം കാണുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷെ നമ്മൾ ഏതൊരു ജോലി ചെയ്താലും നമുക്കറിയാം ജീവിച്ചു പോവുക മാത്രമേ ഉള്ളൂ.
ഒരിക്കലും നമ്മൾ വിചാരിച്ച നമ്മുടെ കുട്ടികളുടെ സ്വപ്നമായാലും നമ്മുടെ സ്വപ്നമായാലും ഒരിക്കലും നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ടീമിലേക്ക് നമ്മൾ ഓരോ ദിവസവും ഇതേപോലെയുള്ള ഓരോ പ്രോഗ്രാമിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ആ ടീമിനെ മുന്നോട്ട് നയിച്ച് ആ ടീമിന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ആ ടീമിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാനും നമ്മൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇൻകം മുന്നോട്ട് നേടാനും സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും മുന്നോട്ട് പോകാനും നമ്മുടെ ഒരു വരുമാനത്തിലേക്ക് എത്താനുമായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ ഒരു ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമല്ല, ഈ ഏറ്റെടുത്തത് എന്തിന് എന്നുള്ള ആ ഒരു പാസീവ് ഇൻകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾക്കും നമ്മുടെ ടീമിലേക്ക് എല്ലാവരും. ഇപ്പൊ ഇന്ന് പോലും ഐഡിയ എടുത്ത് പുതിയ ആള് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഇവിടെ തെളിയിച്ചു വന്നൊരു കാര്യമുണ്ട്, 10 മാസം കൊണ്ട് 1 crore നേടി എന്നുള്ളത്. പക്ഷെ ഒരുപാട് കോടീശ്വരന്മാരെ നമുക്ക് പല കമ്പനികളും കാണാൻ സാധിക്കും. പക്ഷെ ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു കമ്പനിയിൽ മാത്രമാണ് വെറും 10 മാസം കൊണ്ട് 1 കോടി നേടിയ ആള് ഗ്രേറ്റ് ലീഡേഴ്സിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഏതൊരു പ്രോഗ്രാമിലും ചീഫ് ഗസ്റ്റ് ആയിട്ട് മാത്രമേ നമ്മൾ അത്തരത്തിലുള്ള ലീഡേഴ്സിനെ നമ്മൾ ടീം കാണാറുള്ളൂ. ഇപ്പൊ ഏതൊരു കമ്പനിയിലായാലും വളരെയധികം കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ പോലും അവർ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരാറുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ബയോട്ടോറി എന്ന കമ്പനി നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു പടനായകൻ എന്ന് തന്നെ പറയാം. ഇത്രയും കോടികൾ ഏൺ ചെയ്തിട്ട് പോലും നമ്മുടെ ഓരോ പ്രോഗ്രാമിലും സാറ് ഡയറക്റ്റ് നമ്മളിലേക്ക് വരികയും നമുക്കൊരു പുതിയ ആളുകളെ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിച്ച് മാത്രമല്ല തൊട്ട് കാണിച്ചു കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ നമ്മുടെ ഈ ഒരു ടീമിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കിട്ടും അല്ലെ കിട്ടിയിട്ടുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്, കിട്ടിയ ആളുകളെ നേരിട്ട് ഗ്രേറ്റ് ലീഡേഴ്സിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയ്ക്കും നമ്മളുടെ ഈ ഒരു നമ്മൾ എത്തിപ്പെട്ട ആ ഒരു മേഖലയുടെ വലിപ്പം, ഇപ്പം ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഒരു മേഖലയുടെ വലിപ്പം മനസ്സിലാക്കി പൂർണ്ണ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതില് ഇപ്പൊ കയറിയിരിക്കുന്ന എല്ലാവരും നമ്മളെ ടീമിലും ഉള്ളത്. അതുകൊണ്ടാണ് അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. ഇന്ന് പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയ ആളുകളെ കണ്ട ആ കോൺഫിഡൻസോട് കൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മൾ വിചാരിച്ച നമ്മൾ പറയാറുണ്ടല്ലേ, ടാഗ് നോക്കി നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലിമിറ്റഡ് ഇൻകം കൊണ്ടാണ്. അപ്പൊ നമ്മൾ പ്രൈസ് ടാഗ് നോക്കാതെ നമുക്ക് നമ്മുടെ കുട്ടികളെ ആയിട്ടായാലും ഒരു പർച്ചേസിങ്ങിന് പോവുകയാണെങ്കിലും നമ്മൾ ആ ഒരു പ്രൈസ് ടാഗ് നോക്കാതെ ഇന്ന് നമുക്ക് ഇതിലേക്ക് വരാൻ സാധിക്കുന്നു. അത് എന്ത് ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ്, അതിൽ തന്നെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്ത് നടക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു കോൺഫിഡൻസും അതേപോലെ ഇന്നില്ലെങ്കിൽ നാളെ ഞാൻ വിജയിക്കും ഇപ്പൊ നമുക്ക് എല്ലാവരോടും ധൈര്യത്തിൽ പറയാൻ സാധിക്കും. ഇപ്പൊ നമ്മളോട് പറയുന്ന ആളുകളോട് നിനക്ക് വരുമാനം ഉണ്ടോ? ഇപ്പൊ എല്ലാവർക്കും നമുക്കറിയാം, ഒരു വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര സമയം വരും? അതേ സ്ഥാനത്ത് ഒരു തെങ്ങായാലോ. അപ്പൊ നമ്മളെല്ലാവരും വാഴ വെച്ച് നടക്കുകയാണെന്നാണ് പുറത്തുനിന്ന് കുറച്ചു പേരുടെ ഒക്കെ ധാരണ. അപ്പൊ എന്താ, നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് ഒരു ഏണിങ്സ് എടുത്തിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്കറിയാം, ലൈഫ് സ്റ്റൈലിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഒരു പ്രൈസ് ടാഗ് നോക്കാതെ നമുക്ക് ഒരു വരുമാനത്തിലേക്ക്, നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇന്നില്ലെങ്കിൽ നാളെ. അപ്പൊ നമ്മൾ തെങ്ങായിരുന്നു വെച്ചത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പൊ എന്നോട് പറയുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്ന വെച്ച് ഒരു മരം വെച്ച്, ഇനി എന്ത് തൈ ആയിക്കോട്ടെ, ചെറിയൊരു ചെടിയായാലും പുൽച്ചെടി ആയാൽ പോലും നമ്മൾ അതിനെ സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് വാടിക്കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളൊരു വാഴയാണ് വെച്ചത് എന്ന് ആരും വിചാരിക്കേണ്ട, നമ്മളൊരു തെങ്ങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് വെള്ളവും വളവും കൊടുത്തുകൊണ്ട് നമ്മളെ ടീമിലേക്ക് ആ വെള്ളവും വളവും കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഒരു അൺലിമിറ്റഡ് ഇൻകം, പാസീവ് ഇൻകം, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് ആ ഒരു ഇത് വരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ് തെരഞ്ഞെടുത്തതും ഈ ബയോട്ടോറിയം തന്നെ തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം. ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഹൈലൈറ്റ് ആണ്, മറ്റൊന്ന്
നമ്മുടെ കമ്പനി നമുക്ക് തരുന്ന ഇൻകം പ്ലാൻ ആണ്. അപ്പൊ അത്രയും വളരെ വലിയൊരു ഇങ്കാണ് നമുക്ക് നമ്മുടെ കമ്പനി തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റെടുക്കുക. അപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പനി ഇപ്പം ബൂസ്റ്റർ പ്ലാൻ അല്ലെ, ഇപ്പം ഏതൊരു ഐഡിയ എടുത്തു വന്നാലും ചില ആളുകൾ നമ്മളോട് പറയായിരുന്നു, ഒരു ഐഡിയ എടുത്തു വന്ന് ഒരു 3 വ്യക്തികളിലേക്ക് നമ്മൾ കൊടുത്തൊരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് വെറും 440 രൂപയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലീഡേഴ്സ് ഇതിനകത്ത് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഇന്ന് നമുക്കൊരു ബോണസ് മാത്രമാണ് നമുക്കൊരു 440 കിട്ടിയതെങ്കിൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വലിയൊരു ഇൻകത്തിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിച്ചത്. പക്ഷെ ഇന്ന് നമുക്ക് ഐഡിയ എടുത്ത് വരുന്ന ഒരു ആളുകളോട് നമുക്ക് പറയാൻ പറ്റും, ബൂസ്റ്റർ പ്ലാൻ ഐഡിയ എടുത്തിട്ട് വരണം. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രൈറ്റീരിയ പോലും കംപ്ലീറ്റ് ആവാതെ ഒരു കമ്പനി നമുക്ക് അങ്ങനെ കൊടുക്കുന്നില്ല അല്ലെ, ബൈനറിയിൽ കൂടി മാത്രമേ നമുക്ക് കൊടുക്കുന്നുള്ളൂ ഇൻകം. പക്ഷെ ബൂസ്റ്റർ പ്ലാൻ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൂസ്റ്റർ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 13,500 ഒരു 50 PV നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ സ്പോട്ട് 4ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് 2020 രൂപ കിട്ടുകയാണ്. അത് ഏത് കമ്പനിയാണ് നമുക്ക് തരുന്നത് അല്ലെ? അത് തന്നെയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു കമ്പനിയെ നമ്മുടെ മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പം അതേപോലെ നമ്മൾ 3 വ്യക്തികളിലേക്ക് ഈ ഒരു 13,500 ചെറിയ പ്രോഡക്റ്റ് ആയാലും ഒരു 50 PV നമ്മൾ 13,500 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ ബോണസ് പ്ലസ് നമുക്ക് 6,500 രൂപ നമുക്ക് ടോട്ടൽ കിട്ടുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു തുടക്കക്കാരില് ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ ഇതൊക്കെ ലീഡേഴ്സിനാണ് വരുമാനം കിട്ടുന്നതെന്നാണ് നമ്മളോട് പെട്ടെന്ന് പറയുന്നത്. എല്ലാരും പറയും ലീഡേഴ്സിന് വരുമാനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട് അത് ലീഡേഴ്സിന് കിട്ടും, അങ്ങനെയാണ് എല്ലാ കമ്പനിയും. പക്ഷെ അതല്ല, നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ബോട്ടം ലെവൽ എന്നാണ് നമുക്ക് നമ്മുടെ ഇൻകം പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 6,500 രൂപ ഫസ്റ്റിൽ ഐഡിയ അടിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവരൊരിക്കലും തന്നെ ഇത് വിട്ടിട്ട് പോയില്ല. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ നമ്മളൊരു ഐഡിയ എടുത്ത് ബൂസ്റ്റർ പ്ലാൻ കൊടുത്ത് ഫസ്റ്റ് തന്നെ അവരെ കൊണ്ട് ബൂസ്റ്റർ പ്ലാൻ തന്നെ കൊടുത്ത് അവർ വീണ്ടും ഒരു 2020 രൂപ അവർക്ക് കിട്ടി. അങ്ങനെ വീണ്ടും അവരൊരു 3 പ്രാവശ്യമായിട്ട് 2020 രൂപ നേടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് 6,500 രൂപയാണ്. ഇത്രയൊന്നും ഇത് വരുമാനം ഇല്ലാത്ത സമയത്താണ് കോടികൾ ഏൺ ചെയ്തതെങ്കിൽ നമുക്ക് അറിയാം ഇന്ന് നമുക്ക് ഏതൊരു ഐഡിയ എടുത്ത് വന്ന ഒരാളുകളുടെ സ്വപ്നത്തെ അവരുടെ മനസ്സിലേക്ക് അവർക്ക് കിട്ടുമെന്ന് മാത്രമല്ല കിട്ട് എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. 161 കോടി രൂപയിലേക്കാണ് നമ്മുടെ കമ്പനി നമ്മൾ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇതിൽ വന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഇന്ന് ഈ ആ ഒരു 160 ഇപ്പൊ 1 കോടിയെല്ലാം നമ്മൾ വായിച്ചു കളഞ്ഞു നമ്മുടെ മൈൻഡിൽ നിന്ന് അല്ലെ. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ എന്താണുള്ളത്? ആ 161 കോടി രൂപ നമ്മുടെ കമ്പനി തരാൻ തയ്യാറാണ്. നമ്മൾ അത് എങ്ങനെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവ്. നമ്മുടെ ടീമിലേക്ക് അത് കൊടുത്തുകൊണ്ട് നമ്മുടെ ടീമിനെ നല്ല ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ടീമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കമ്പനി തരുന്ന ഈ ഓരോ അവസരം ഇപ്പൊ നമുക്കറിയാം റീപർച്ചേസിംഗ് ആണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ്, ഏറ്റവും കൂടുതൽ റീപർച്ചേസിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ 161 കോടി രൂപ നമുക്ക് പുഷ്പം പോലെ വാങ്ങിയെടുക്കാൻ സാധിക്കുന്നു മനോജ് സാർ പറയുന്നതിന്റെ കാരണം. ഈ റീപർച്ചേസ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരി ഫോർവേഡ് ആണ്. വൺ സൈഡ് എപ്പോഴും പവറിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരു കമ്പനിയും വാഷായിട്ടായി പോവുകയാണ് 1 മാസം കഴിയുമ്പോൾ. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ക്യാരി ഫോർവേഡ് ആണ്. അപ്പൊ നമുക്ക് നല്ല ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ടീമാണ്. നമുക്ക് എപ്പോഴും അറിയാം പാസീവ് ഇൻകത്തിലേക്ക് നമ്മൾ വരണം എന്നുണ്ടെ ടീം തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇപ്പൊ നമുക്ക് അൺലിമിറ്റഡ് വരികയാണ്. അതായത് റീപർച്ചേസ് എന്ന് പറഞ്ഞ അൺലിമിറ്റഡിലേക്ക് മാറാൻ പോവുകയാണ്. ഇപ്പൊ ഏപ്രിൽ 14 കഴിഞ്ഞ് വിഷു കഴിഞ്ഞ് ഏപ്രിൽ 15-ാം തീയതി നമുക്ക് വേറെ ഒരു മിറാക്കിൾ ആയിട്ടുള്ള നമുക്കറിയാം നമുക്ക് MD പല സമയത്തും പല ഇതായിട്ടാണ് നമ്മളെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെ. പല കാര്യങ്ങളും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഒരു ദൈവികതയിലേക്ക് നമ്മളെ എല്ലാവരും നയിക്കുന്ന ഒരു കാര്യം കൊണ്ട് നമുക്കൊരു ഇൻകം പ്ലാനും കൂടി ഉണ്ട്. അപ്പൊ അത്രയ്ക്കും നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ
പറ്റിയ ഒരു മേഖലയാണ് നമ്മൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഈ ബയോട്ടോറി എന്ന് പറയുന്ന കമ്പനി. ഇനിയും നമുക്ക് അരി, പഞ്ചസാര, ഉപ്പുമുളക് എന്ന് പറഞ്ഞതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ ലോഞ്ച് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് ഇവിടെ ഒരു ഏപ്രിൽ മെയ് മാസത്തോടു കൂടി അത് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തും. ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മോർ പവറിനെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. അപ്പൊ അതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഓരോ കുടുംബത്തിനെ അപേക്ഷിച്ച് നമുക്ക് മോർ പവറിനൊക്കെ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. അപ്പം അതേപോലെ തന്നെ അൾട്രാബെറി ജ്യൂസ് ഉണ്ട്. അതുപോലെ ഒരുപാട് മാഗ്നറ്റിക് സപ്പോർട്ടിങ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ദിനം പ്രതി വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒരു ടീം, നമ്മളെല്ലാവരും ഈ ഒരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എല്ലാവരും ആ ഒരു നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു ക്ലാസ് കാര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ നമ്മളെ ടീമിനെ നമ്മൾ അവിടെ എത്തിക്കുക, പ്രോഗ്രാം സെന്ററുകളിൽ എത്തിക്കുക. അതേപോലെ തന്നെ ടീം മീറ്റിംഗ് വിളിച്ച് എല്ലാ ദിവസവും നമ്മൾ ടീമിനോട് ചേർന്ന് നിന്ന് ടീമിലേക്കാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അവയർനെസ് കൊടുത്തുകൊണ്ട്, നമുക്കറിയാം ഇന്ന് നമ്മുടെ ഒരു ടീം എന്ന് പറഞ്ഞാൽ KBC എന്ന ഒരു അമ്മ പെറ്റ മക്കളാണ് നമ്മൾ എല്ലാവരും എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ 2 ഡേ ട്രെയിനിങ് ക്യാമ്പിൽ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത്. പക്ഷെ അവിടെ നമ്മള് KBCയുടെ അണ്ടറിൽ തന്നെ ഒരുപാട് ടീമുകളുണ്ട്. പക്ഷെ ഒരു ടീമും നോക്കാതെയാണ് നമ്മൾ ഈ 6 AM ക്ലബ് ആയാലും നമ്മൾ ഓരോ പ്രോഗ്രാം സെന്ററുകളിലായാലും ഇവിടെ ഒരിക്കലും ഒരു വിവേചനമല്ല. നമ്മളെല്ലാവരും ഒരു അമ്മ പറ്റ മക്കൾ എന്ന നിലയിൽ തന്നെ നമ്മുടെ ഈ ഒരു KBCയിൽ വന്നു ചേർന്ന് നമ്മളെല്ലാവരും തുല്യരാണ്. അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം നമ്മൾ എന്നും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വൈരാഗ്യമോ യാതൊരു ഇതില്ല, ഒരു സ്നേഹബന്ധത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടുകൂടിയാണ് ഈ ഒരു KBCയിൽ നമ്മൾ ഇന്ന് അണിചേർന്നിരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റിന്റെ വലിപ്പവും കാര്യങ്ങളെല്ലാം നമ്മളെ ടീമിലേക്ക് പുതിയ ആളുകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും 2030 ആവുമ്പോഴത്തേക്ക് ഈ ഒരു 161 കോടി രൂപ നേടാൻ സാധിക്കട്ടെ, ഓരോ ആളുകൾക്കും സാധിക്കട്ടെ. നമ്മൾ നയിക്കുന്ന ഓരോ ടീമിലുള്ള മെമ്പർമാർക്കും വാങ്ങിക്കൊടുത്തുകൊണ്ട് നമുക്കും അത് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും, എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ട് ഏത് കുഞ്ഞു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കുന്ന ഭാഷയിൽ നല്ല ഒരു ക്ലാസ് അവതരണമായിരുന്നു. ക്ലാസ് തന്നെയാണെന്ന് ഞാൻ തന്നെ പറയുന്നു, യാതൊരു സംശയവുമില്ല. നമ്മുടെ അഭിമാനമാണ്. പിന്നെ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഉപയോഗിച്ചുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത്. നയന മാഡം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ലീഡർഷിപ്പിലോട്ട് വരിക, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടിയത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയിപ്പം നമുക്ക് നമ്മുടെ മനോജ് സാറ് സൂമിലുണ്ട്. ഏറെ സ്നേഹത്തോടെ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ മനോജ് സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. താങ്ക് യു സോണിയ മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ പ്രിയങ്കരിയായ നൈന മാഡമാണ് നമ്മളോട് സംവദിച്ചത്. സ്കോപ്പ് ഓഫ് ഈ ബയോട്ടോറിയത്തിന്റെ സാധ്യതകളെ കുറിച്ച് വാദോരാതെ ഇല്ലേ, ആ മൈക്ക് കൊടുത്ത ആ സമയം മുതൽ ഇനി എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അവർക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഹൃദയത്തിലേക്ക് ചാലിച്ചത് കൊണ്ടാണ്. പ്രധാനം ഹൃദയം തൊട്ട് ഇത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്രയും വാദോരാതെ സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആർക്കോ വേണ്ടി പെയ്യുന്ന മഴയായിട്ട് നമ്മൾ മാറരുത്. നമുക്ക് സ്വന്തം വിജയിക്കണം എന്നുള്ള ആവേശത്തോടു കൂടിയിട്ട്, ആഗ്രഹത്തോടു കൂടിയിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നെഞ്ചിലേറ്റി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ വശങ്ങളെ കുറിച്ചും അവരിവിടെ വളരെ നന്നായിട്ട് സംസാരിച്ചു. ബിഗ് കൺഗ്രാജുലേഷൻ നൈന മാഡം. വളരെ നന്ദി ഈ അവസരത്തിന് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്നലെ വിളിച്ചപ്പോൾ കുറെ നേരം കിട്ടുന്നുണ്ടായില്ല ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വനിതാ ദിനമാണ് നാളെ മാർച്ച് 8-ാം തീയതിയാണ് വനിതാ ദിനം. അതോടനുബന്ധിച്ച് നമ്മൾ ഒരാഴ്ച കാലം വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വനിതാ ദിന ആശംസകൾ കൂടി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. കാരണം നാളെ രാവിലെ നമ്മുടെ മോർണിംഗ് മീറ്റ് ഇല്ല, നാളെ സൺഡേ ആണ്.
നാളെ രാത്രി നമ്മുടെ മോർണിംഗ് മീറ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും പരമാവധി ആ മോർണിംഗ് മീറ്റിലേക്ക് എത്തണം എന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക. എന്തുകൊണ്ട് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ഏറ്റെടുക്കണം, അതിൽ എന്തുകൊണ്ട് ബയോട്ടോറിയം ഏറ്റെടുക്കണം, ബയോട്ടോറിയം ഏറ്റെടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, വെൽനസ് എന്താണ്, ഇൽനെസ് എന്താണ്, ഇല്ലേ, ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാസീവ് ഇൻകത്തെ കുറിച്ചും ഒക്കെ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എത്ര അഭിനന്ദനങ്ങൾ പറഞ്ഞാലും അത് കൂടിപ്പോകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം A to Z കാര്യങ്ങളെ കുറിച്ച് അവരിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഗുണമേന്മ, എന്തുകൊണ്ട് നമുക്ക് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, ആരാണ് നിങ്ങൾ ലീഡർ, ഇല്ലേ, നിങ്ങളുടെ ലീഡർ നിങ്ങളാണ് എന്ന് എപ്പോഴാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് അന്ന് മുതലാണ് നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ടുള്ള അപ്ലൈനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ താഴോട്ട് നോക്കിയിട്ടുള്ള അസോസിയേറ്റ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഒന്നും നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വന്ന ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലോട്ടും അല്ലെ മറ്റുള്ള വശങ്ങളിലേക്കൊന്നും നോക്കാതെ അവരെക്കെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ലോകത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായി മാറാൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിലെ നമ്പർ 1 ആണ് ബയോട്ടോറി എന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചു ഇല്ലേ, പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും കോടികളും നേറിയ നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ അവരെല്ലാം വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് 1 കോടി രൂപയ്ക്ക് അച്ചീവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു വർഷം 1 കോടി എന്നുള്ള നിലയിൽ നിന്ന് ഇപ്പോ ഒരു വർഷം 162 കോടിയിലേക്ക് 160 കോടി 90 ലക്ഷം രൂപ നമുക്ക് റീപർച്ചേസിലൂടെ കിട്ടും. 1 കോടി സംതിങ് ഒരു 1 കോടിയോളം രൂപ നമുക്ക് മദർ പ്ലാനിലൂടെ കിട്ടും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 162 കോടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പൊ 162 കോടി രൂപ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള വേൾഡ് നമ്പർ 1 കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ബയോട്ടോറിയത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്നുള്ള ഒരു ആത്മബോധം നമുക്ക് ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ഒരു സുപ്രഭാതത്തിൽ നേടാൻ പറ്റുന്നതല്ല. വിജയങ്ങളെല്ലാം തന്നെ ഒരു സുപ്രഭാതത്തിൽ നേടിയതുമല്ല. ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും ഇല്ലെ, ഓരോ വിജയങ്ങളും നേടുന്നത് ഡെയിലി ഹാബിറ്റ്സ് ആണ്. നമ്മുടെ ഓരോ ദിവസമുള്ള ഹാബിറ്റ്സ് ആണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക. നിങ്ങൾ ലോക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മതി അല്ലെ, എബ്രഹാം ലിങ്കന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മതി. അദ്ദേഹമൊക്കെ അല്ലെ എല്ലാം നശിച്ച അവസാനം റോഡ് സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റിൽ പുസ്തകം വായിച്ചുകൊണ്ട് വെള്ളം കോരിക്കൊണ്ട് വിറവ് കെട്ടിക്കൊണ്ട് ജീവിച്ച ആളാണ്. പക്ഷേ അവിടെയും മാറ്റങ്ങളുണ്ട്. പുസ്തകം വായിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്, ജീവിതത്തെ നോക്കി കണ്ടു എന്നുള്ളതാണ് അല്ലെ. ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാതെ അവസാനം അദ്ദേഹം നേരെ ഡയറക്റ്റ് മത്സരിച്ചപ്പോ അമേരിക്കൻ പ്രസിഡന്റായി മാറി എന്നുള്ളതാണ് അല്ലെ. അവിടെ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും കൂടുതൽ അല്ലെ അറിയപ്പെടുന്ന വ്യക്തിത്വമായി അന്നത്തെ അടിമത്ത സമ്പ്രദായമൊക്കെ നിർത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏത് നോക്കിയാലും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയാളുടെ ചരിത്രം പരിശോധിച്ചാലും ഒരു സുപ്രഭാതത്തിൽ പോയി അങ്ങ് കയറി റെക്കോർഡ് സൃഷ്ടിച്ചതല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ ഇല്ലേ, അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഓടിയിട്ട് സൃഷ്ടിച്ചതല്ല സെയിൻ ബോൾട്ട് എന്ന് പറയുന്ന ആള്. അതിന്റെ എല്ലാം പിറകിൽ കുറെ കഠിനാധ്വാനങ്ങൾ ഉണ്ടാവും. ഇവിടെ കഠിനാധ്വാനം ഒന്നുമില്ല, ഇവിടെ സിമ്പിളേ ഉള്ളൂ. എനിക്ക് വിജയിക്കണം ഒറ്റൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് 24 hours ടീമിന്റെ കൂടെ നിങ്ങൾക്ക് ലയിച്ചു ചേരാൻ വേണ്ടി സാധിച്ചാൽ, ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ മതി. അവരെ നിങ്ങളിൽ ഒരാളായിട്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കണം. സ്വന്തം സഹോദരന് തുല്യമായിട്ട് സഹോദരിക്ക് തുല്യമായിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അവർക്ക് സ്വപ്നങ്ങൾ നൽകാൻ വേണ്ടി സാധിക്കണം. അവരുടെ കൂടെ നിന്നുകൊണ്ട് പുതുതായിട്ട് ഒരാൾ നമ്മൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്താൽ നമ്മുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ അദ്ദേഹത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു 6500 രൂപ വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഒരു അപ്ലൈൻ ലീഡർ വേണം. ചില അപ്ലൈൻ ലീഡർ പറയുന്നത് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി വർക്ക് കൊടുത്തു, അദ്ദേഹത്തിന് ബൂസ്റ്റർ ബോണസ് കിട്ടി, എനിക്കൊന്നുമില്ലല്ലോ. ആലോചിച്ച് നോക്കണം അല്ലേ. ഇങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പിറ്റേ ദിവസം നടന്നു, അദ്ദേഹത്തിന് ഒരാളെ റെഫർ ചെയ്ത് കൊടുത്തു, അദ്ദേഹത്തിന് വീണ്ടും കിട്ടി 2020 രൂപ ബൂസ്റ്റർ ബോണസ്, എനിക്കൊന്നുമില്ലല്ലോ. 3-ാമത്തെ ദിവസം പോയി, അദ്ദേഹത്തിന് കിട്ടി 2020 രൂപ ബൂസ്റ്റർ ബോണസ്, എനിക്കൊന്നുമില്ലല്ലോ ബൂസ്റ്റർ ബോണസ് അല്ലേ. അങ്ങനെ 6500 രൂപ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള നിങ്ങളുടെ ടീമിൽ 5-10 പേര് വന്നു കഴിയുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് ഡെയിലി ഫാമിലി ബോണസ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. നല്ലൊരു ടീം ഇവിടെ ബിൽഡ് ചെയ്യപ്പെടും. അറിയാതെ നല്ലൊരു ടീം ബിൽഡ് ചെയ്യപ്പെടും. അവിടെ അതിനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ഹാബിറ്റ്സ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കണം. വിശാലമായി നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങളെ വരുമാനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, നിങ്ങളുടെ ടീമിന്റെ വരുമാനത്തെ കുറിച്ചാണ് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ടീമിലെ ആളുകൾക്ക് എത്ര വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് കിട്ടും. അതാണല്ലോ ഇതിന്റെ ഇല്ലേ പ്ലാൻ എന്ന് പറയുന്നത്.
അതുവരെക്കാൾ കൂടുതൽ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഡെയിലി ഹാബിറ്റ്സ് ആണ് നമ്മളെ വലിയ വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നലെ നമ്മളെ കേരളക്കര മുഴുവൻ സന്തോഷത്തിലായിരുന്നു അല്ലെ. നിങ്ങളെല്ലാം കണ്ടു കാണും, വാർത്ത കണ്ടു കാണും ഇല്ലെ. ശ്രീജ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള കുട്ടി, വെറും കൂലിവേലക്കാരന്റെ മകള് ഇല്ലേ, IAS നേടിയ കുട്ടിയെ കണ്ടതെന്നല്ലേ, ടി വിയിൽ വാർത്തകൾ കണ്ടു കാണും അല്ലെ. പണി തീരാത്ത ഒരു വീട്ടിനുള്ളിൽ അച്ഛനും അമ്മയും 2 കുട്ടികളാ, മൂത്ത കുട്ടിയാണ് ശ്രീജ എന്നാണ് പേര്. ആലോചിച്ച് നോക്കണം. അതെല്ലാം ഡെയിലി ഹാബിറ്റ്സിന്റെ ഭാഗമായിട്ടാണ്. കരയായിരുന്നു ആ കുട്ടി. റിസൾട്ട് അറിഞ്ഞ ഉടനെ കരഞ്ഞുകൊണ്ട് വീട്ടിന് പുറത്തേക്ക് ഓടി നടന്നു എന്നാണ്. അപ്പൊ എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചു കൊണ്ടുവന്നു. 57ാമത്തെ റാങ്കാ. ഇന്നലെ IAS ഇത് വന്നപ്പോ, സിവിൽ സർവീസിന്റെ ലിസ്റ്റ് വന്നപ്പോ ഇല്ലേ, വാർത്ത കേൾക്കാത്ത ആളുണ്ടോ? വാർത്തയൊന്നും കേൾക്കരുത് എന്നൊക്കെ പറയുന്ന ചില വിഭാഗങ്ങളുണ്ട്. അവർക്കൊണ്ടും കൂടിയാ പറയുന്നത്. പണിതീരത്തെ വീടാണ്. അദ്ദേഹം ഇന്നലെ TV-യിലേക്ക് രാത്രി വന്നിട്ടുണ്ടായി. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം കൂലിപ്പണിക്കാരാണ്, ഒരു മേസ്തിരിപ്പണി. മേസ്തിരി പറഞ്ഞാല് എന്താ പറയാ, നമ്മൾ അസിസ്റ്റന്റ് ഇല്ലേ, സിമെന്റ് പണിയൊക്കെ എടുക്കുമ്പോൾ സിമെന്റ് ഒക്കെ കുഴച്ചു കൊണ്ട് കൊടുക്കുന്ന ആളുണ്ടല്ലോ, അതിനെന്താ പറയാ അല്ലേ, എന്താണ് പണി? മേക്കാട് പണി എന്നൊക്കെ പറയും ഇവിടെ ഇങ്ങോട്ട്. അങ്ങനെ പണിക്ക് പോകുന്ന രാവിലെ തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ച് ഇല്ലേ, കുറ്റി ഒരു പാത്രത്തിൽ വെച്ചു കൊടുക്കും. അതുപോലെ തലേ ദിവസത്തെ കറിയും ഇതൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചിട്ടാണ്, അധ്വാനിച്ചിട്ട് കിട്ടിയ പൈസ കൊണ്ടാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചത്. ആലോചിച്ച് നോക്കണം. ആ കുട്ടിക്ക് അന്ന് മുതൽ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. മകളെ, നിനക്ക് വലിയ ഒരു വിജയം നിനക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഉള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ആ കുട്ടിയെ പഠിപ്പിച്ച് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, അവസാനം അല്ലെ ഇതിന്റെ കോച്ചിങ്ങിന് വിട്ടു. ഡൽഹിയിലേക്കൊക്കെ അദ്ദേഹമാണ് പോയത്. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത അദ്ദേഹമാണ് ഇന്റർവ്യൂവിന് UPSC സെന്ററിലേക്ക് കുട്ടിയെ കൊണ്ട് പോയത്. നിരവധി ആളുകൾ സഹായിച്ചു. എന്താ അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ദിവസമായിരുന്നു ഇന്നലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ഒരു സംശയവും വേണ്ട. അതൊക്കെ നേടിയെടുത്തത് ആ കോൺഫിഡൻസ്, അച്ഛൻ കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. മകളെ, നിനക്കത് നേടാൻ വേണ്ടി സാധിക്കും, നീ നന്നായിട്ട് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷൻ കൊടുത്തപ്പോ, അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോ ആ കുട്ടിക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് തികച്ചും മാതൃകയാണ് അല്ലെ. ആലോചിച്ച് നോക്കണം. ഇവിടെ നമുക്ക് അത്രയൊന്നും വലിയ കഷ്ടപ്പാടൊന്നുമില്ല. എത്ര കൊല്ലം പഠിക്കണമല്ലേ, +2, ഡിഗ്രി, PG, അത് ഈ കോഴ്സ് ഒക്കെ പഠിച്ചു വരണ്ടേ. ഇവിടെ നമ്മൾ ഒരു 2-3 വർഷം സ്റ്റിക്ക് ഓൺ, 1000 ദിവസം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡോക്ടർ ആതിര ഉണ്ടായിരുന്നു ഇല്ലേ, അജയ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഇന്നലെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആ കുട്ടി ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് മോർച്ചറി കിടത്തിയതാ. BDS പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയത്. അവിടെ നിന്നാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. കർണാടകയിൽ വെച്ച് എവിടെയാണ് ആക്സിഡന്റ് ഉണ്ടായത്. എല്ലാം തീർന്നു പറഞ്ഞാണ്. അവസാനം ആ മോർച്ചറി കിടത്തിയെടുക്കുന്ന ആ കൊച്ചിന്റെ ഒരു കൈ വിരലുകൾ ഇങ്ങനെ ചലിച്ചപ്പോ ഡോക്ടേഴ്സിന് ഒരു സംശയം തോന്നി. എന്നാൽ വെന്റിലേറ്റർ കയറ്റണം തോന്നി. വെന്റിലേറ്റർ കയറ്റണം ഉടനെ 50,000 രൂപ അടക്കാൻ വേണ്ടി പറഞ്ഞ് രാത്രി അവിടെ ഇവിടെയൊക്കെ വിളിച്ച്, വീട്ടിലേക്കൊക്കെ വിളിച്ച് കുറെ സമയം കഴിഞ്ഞിട്ടാണ് അവരെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ആ വെന്റിലേറ്ററിൽ കയറ്റി ആ കുട്ടി ഇപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നല്ലോ ആ കുട്ടിയുടെ ഫോട്ടോ ഇല്ലേ. അതിനകത്തൊരു പ്രത്യേക വീലറിലൊക്കെ ഉപയോഗിച്ച ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് ആ കുട്ടി. ആ കുട്ടിയുടെ ഒക്കെ മനസ്സ് നോക്കണം, ആലോചിച്ച് നോക്കണം. ആ കുട്ടിയുടെ സഹോദരി വേറെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പഠിത്തമൊക്കെ നിർത്തിയിട്ട് സ്വന്തം സഹോദരിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേഴ്സിങ്ങിന് പോയി. ആലോചിച്ച് നോക്കണം. കാരണം ആ കുട്ടിക്ക് വയ്യ, നടക്കാനൊന്നും പറ്റില്ല. കംപ്ലീറ്റ് ആക്സിഡന്റ് നടന്നതാ, സ്പൈനൽ കോഡ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ആ രീതിയിൽ നിന്ന് പോലും അവർ മാനസികമായി ഉയർന്നിട്ട് ഇത്രയും റാങ്കിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നമുക്ക് ദൈവം എത്രയോ സൗകര്യങ്ങൾ തന്നിരിക്കുന്നു അല്ലെ. അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് പോലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മങ്കി സിൻഡ്രോം ബാധിച്ച് അവിടെ പോവാ, ഇവിടെ പോവാ, അതിൽ പോവാ, ഇതിൽ പോവാ, മറ്റത് ചെയ്യുക, ഇത് ചെയ്യുക, അത് ചെയ്യുക. ഇത് സമയം കിട്ടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു വയട്ടോറിയം കൂടി ചെയ്യാം. എന്താ വയട്ടോറിയം ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ടൊന്നും ഇതിനകത്ത് വിജയിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് 24 hours നിങ്ങളുടെ മനസ്സിലേക്ക് വേറൊരു പ്രൊജക്ട് കയറാതെ, വേറൊരു ഇൻകം പ്ലാൻ കയറാതെ, 24 ഒരു കമ്പനിയുടെ പ്ലാൻ പോലും കേൾക്കാൻ വേണ്ടി പോകാൻ പാടില്ല. മനസ്സിലായ? അതുപോലെ കട്ടൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾ നിൽക്കാൻ തയ്യാറെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും സുഹൃത്തുക്കൾ. 161 കോടി എന്നൊക്കെ സാഗർ സാർ വെറുതെ പറഞ്ഞൊന്നുമില്ല. ഇന്നലെ രാത്രിയും സാഗർ സാറായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. മനസ്സിലായില്ലേ? വരും ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള A to Z ഉൽപ്പന്നങ്ങളൊക്കെ ബയോട്ടോറിയത്തിന്റെ പ്ലാറ്റ്ഫോമിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ബയോട്ടോറിയത്തിൽ വന്ന ഒരാൾക്കും പുറത്തു പോയിട്ടൊരു ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരില്ല. നല്ലൊരു കസ്റ്റമർ ഡാറ്റ നിങ്ങൾ ബിൽഡ് ചെയ്താൽ അവർ ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പല പല ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ
ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ കാലശേഷവും നോമിനേഷൻ ഫെസിലിറ്റിയിലൂടെ നമ്മളെ തലമുറകളിലേക്ക് മാറ്റിക്കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. വെറും ചെറിയ ചെറിയ ടീമിനെ ബിൽഡ് ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരെ നന്നായിട്ട് സംസാരിച്ചുകൊണ്ട് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ സന്തോഷിപ്പിച്ച് നിർത്തിക്കൊണ്ട്, മനസ്സിലായില്ലേ, മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ അത്ഭുതം നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ മാറി നിൽക്കുന്നവരും കളിയാക്കി നിൽക്കുന്നവരൊക്കെ അവിടെ നിൽക്കും, അത്ഭുതം സൃഷ്ടിക്കും. സംശയമൊന്നും വേണ്ട. 2-3 വർഷം കഴിയട്ടെ, 2030 എന്നൊന്നും പറയണ്ട, ആ സമയമൊന്നും ആവണ്ട. ഒരു 100 പേരുടെ ടീമിനെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. 100 പേരുടെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യൂ. ജീനിയസിലും ബിന്നറിലും 100 പേര്, ഒരു 10 പേരെ കൊണ്ടാ, 10 പേരെ കൊണ്ട് ഒരു 10 പേരെ കൊണ്ടുവന്ന 100 പേരായി. ഈ 100 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് 1.25 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. എന്ത് പണിക്ക് പോയാൽ കിട്ടൂടാ, എന്ത് ജോലിക്ക് പോയാൽ കിട്ടൂടെ. അതാണ് നമ്മൾ ടീമിലേക്ക് പറിച്ചു. 100 പേരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇല്ലേ? ആ 100നെ പിന്നെ 1000 ആക്കാനും 10,000 ആക്കാനും 1 ലക്ഷം ആക്കാനും വലിയ പണിയൊന്നും ഇല്ല. ആകെ 30-40 ലക്ഷത്തിൽ താഴെ കസ്റ്റമർ ഇപ്പോഴും ബയോട്ടോറിയത്തിൽ വന്നിട്ടുള്ളൂ. 150 കോടി ജനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. മനസ്സിലായ? 1 ലക്ഷം കസ്റ്റമർ നിങ്ങളുടെ ടീമിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സിമ്പിൾ ആണ്. ഇത് വേൾഡ് വൈഡ് കോൺസെപ്റ്റാണ്. അതുകൊണ്ട് തിരിച്ചറിയണം ഇതിന്റെ പവർ. ഒരു 100 പേരുടെ ടീം നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. തീരെ കർഷകന്റെ മനസ്സ് പാടില്ല. ഇപ്പൊ എന്ത് കിട്ടി എന്നുള്ളത്. പാരസൈറ്റ് വരുമാനം എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു തെങ്ങ് വെക്കുന്ന ഒരു കർഷകന്റെ മനസ്സാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. കുറച്ച് സമയം എടുക്കും അതിന് വേണ്ടിയിട്ട്. ഒരു ജോലിക്ക് പോകുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതൊരു ബിസിനസ് മാൻ്റെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ആ ആറ്റിറ്റ്യൂഡ് കൂടി വേണം ഇതിനെ ഏറ്റെടുക്കാൻ. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടായെന്ന് വരില്ല, നാളെ വരുമാനം ഉണ്ടായെന്ന് വരില്ല. ഒരു ലോങ് ടേമിലേക്ക് ചിന്തിച്ചുകൊണ്ട് നല്ല ടീമിനെ ബിൽഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ ഇവിടെ വിജയിച്ചിട്ടുള്ളൂ. അതാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിനീഷ് സാറിന്റെ ക്ലാസ് പറഞ്ഞ കണക്ക് ഒരു കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി നിങ്ങൾക്ക് ഉണ്ടാകണം ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ. മനസ്സിലായേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു മനോഹരമായ ഒരു കുയിലിനെ പോലെ പാടാനുള്ള ഒരു സംസാരശേഷി നിങ്ങൾക്ക് ഉണ്ടാകണം. പാട്ടൊന്നും പാടണ്ട, സംസാരശേഷി ഉണ്ടായാൽ മതി. ഇതൊക്കെ നമുക്ക് ഡെയിലി പ്രവർത്തനത്തിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേടാൻ പറ്റും. സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാണ് ഇവിടെ. എല്ലാം നമ്മുടെ മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കാത്ത സ്കില്ലുകളൊന്നുമില്ല. അതൊക്കെ പൊടി തട്ടി പുറത്തേക്ക് എടുത്താൽ മതി. അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിനെ വിമർശിച്ച് നോക്കി നിൽക്കാതെ അതിൽ ലയിച്ചു ചേർന്ന് അതിന്റെ പങ്കാളിയായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഈ നല്ലൊരു കുയിലിനെ പോലെ നിങ്ങൾക്ക് പാടാൻ വേണ്ടി സാധിക്കണം. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി ഉണ്ടാകണം. പിന്നെയോ ഒരു ചീറ്റപ്പുലിയെ പോലെ നിങ്ങൾക്ക് ഓടാൻ വേണ്ടി സാധിക്കണം. മനസ്സിലായ? വെറുതെ എവിടെ ഇരിക്കരുത്. കംഫർട്ട് സോൺ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് എവിടെ നോക്കിയാലും നിങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. എവിടെ പ്രോഗ്രാം ഉണ്ടായാലും അവിടെ നിങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് തെളിയിക്കുന്നത്. മനസ്സിലെ? അതുപോലെ ഒരു ലയൺ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാകണം ഇല്ലേ? കാട്ടിലെ മൃഗം, സിംഹം, ഏറ്റവും വലിയ മൃഗങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇല്ലേ, കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന നമ്മൾ ലയണിനെയാണ്. ആ ലയൺ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ നമ്പർ 1 ആണ്, എനിക്ക് സാധിക്കും, ഞാൻ വിജയിക്കും, ഞാൻ അച്ചീവ് ചെയ്യും, ഞാൻ 1 കോടി നേടുന്ന ഒരു ലയൺ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്റെ സുഹൃത്തുക്കളെ. എന്റെ ഈ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭാവിയിൽ കോടീശ്വരന്മാരാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. എനിക്കും സംശയമില്ല. നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടത്രയായിരിക്കും ഇപ്പോഴും പലർക്കും. നടക്കുമോ ബഗസാറെ നിങ്ങൾക്കും നടക്കും. മനസ്സിലായ? നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ ടീമിലും നടക്കുന്ന എല്ലാം ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെ ഫീൽഡിലുണ്ട്, ആരൊക്കെ ഡെമോ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ പലരെയും നമുക്ക് ഫീൽഡിൽ കാണാൻ വേണ്ടി, എന്നാൽ പലരും പഴയ നേരത്തെ ഉണ്ടായ ഇപ്പം പലരെയും ഫീൽഡിൽ കാണുന്നില്ല. ഇനി പലരും ഫോട്ടോ ഇടാത്തത് കൊണ്ടാണെന്നും അറിയില്ല. ജേക്കബ് സാറിന് ഇപ്പൊ എവിടെയും കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ലയിച്ചു ചേരുകയാണെങ്കിൽ ഇത്രയും വരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ തീരുന്ന വേറൊരു ഇൻഡസ്ട്രി ഇല്ല, വേറൊരു ബിസിനസ് അവസരമില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഹൃദയത്തോട് നിങ്ങൾ ചേർത്ത് പിടിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വലിയ വലിയ കാര്യങ്ങൾ ഇനി വരാൻ വേണ്ടി പോവാണ്. റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഉൽപ്പന്നങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ വരാൻ വേണ്ടി പോവാണ്. അതിനെല്ലാം വേണ്ടി നമുക്കൊരു കസ്റ്റമർ ഡാറ്റ ബിൽഡ് ചെയ്യാം. ഒരുമിച്ച് ഒന്നായി നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ആ 160 കോടി രൂപ, 161 കോടി രൂപ ഒരു പ്രാവശ്യമല്ല, ഇത് ഒരു വർഷത്തെ ഇൻകമാണ്. ഒരു വർഷം 160 കോടിയിലേക്ക് നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഓരോ വർഷവും അതേ ലെവൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേണ്ട. അതിന്റെ 50% നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിച്ചപ്പോൾ 80 കോടി രൂപ അല്ലെ? 160 കോടിയിൽ നിന്ന് 80 കോടി രൂപ 50% പണിയെടുത്താൽ കിട്ടത്തില്ലേ ഇല്ലേ? 10% പണിയെടുത്താൽ പോലും 16 കോടി രൂപ ഒരു വർഷം നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം വേറെ എന്തുണ്ട് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക്? വേറെ എന്ത് അവസരമുണ്ട് ഇവിടെ? നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ചോദിക്കണം, എന്ത് അവസരമുണ്ട്? ഇത്രയും ലീഗലായിട്ടുള്ള ഒരു അവസരം വേറെ എന്തുണ്ട്?
ഒരു പൈസയും മുടക്കാതെ ഒരു കാശും ഇൻവെസ്റ്റ് ചെയ്യാതെ വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇവിടുത്തെ മുതൽ മുടക്ക് എന്ന് പറയുന്നത്. നേടിയെടുത്ത് അട്ടങ്ങുന്നുള്ളൊരു വാശിയാണ് നമ്മൾക്ക് വേണ്ടത്. ആരെതിർത്താലും, മനസ്സിലായില്ല, എന്ത് ഓപ്ഷൻ വന്നാലും അതിനെയെല്ലാം നിങ്ങൾ നിരാകരിച്ചുകൊണ്ട് ബയോട്ടോറിയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു സംശയം വേണ്ട, എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ അച്ചീവേഴ്സ് ആയിട്ട് അതിനകത്ത് മാറാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വനിതകൾക്കെല്ലാം ഒരിക്കൽ കൂടി, വനിതകളാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നില്ലേ, വനിതകൾക്ക് മാത്രം എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട്, ഇല്ലേ, അമ്മയാണ് സർവസ്വവും, ഇല്ലേ, അമ്മയിൽ നിന്നാണ് ഈ ഭൂമി തന്നെ ഉണ്ടായത്, അല്ലെ, നമുക്കറിയാം, ഇല്ലേ, ഭൂമി ദേവിയെ നമ്മൾ തൊട്ടിട്ടാണ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്, അല്ലെ, ഹിന്ദുക്കൾക്കെല്ലാം അറിയാം, അല്ലെ, രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കും നമ്മൾ, അല്ലെ. അപ്പോ അമ്മയാണ് സർവവും, വനിതയാണ് സർവവും കൊണ്ട് വനിതകൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളത്തെ വനിതാ ദിനാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നാളെ രാത്രിയിലെ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക. കൂടുതൽ ആവേശത്തോട് കൂടിയിട്ട് 161 കോടി എന്ന ലക്ഷ്യം, ഇല്ലേ, നേടിയെടുക്കുന്നതിന് വേണ്ടി നല്ല ടീം. അതിന് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് 100 പേരുടെ ഒരു ടീം. 100നെ നമുക്ക് 1000 ആക്കാം, 1000നെ 10,000 ആക്കാം. അതിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഹരിപ്പാട് 1 ഡേ ട്രെയിനിങ് നടക്കുകയാണ്. സുരേഷ് സാറിന്റെ ടീമിന്റെ, നമ്മുടെ ഷിബു സാറും ടീമും ഒക്കെയാണ്, രാധാമേടും ടീമൊക്കെ അവിടെ ഉണ്ടാവും. വളരെ നല്ലൊരു പ്രോഗ്രാമാണ് അവിടെ ഇന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഇന്ന് പ്രോഗ്രാം ഉണ്ട്. അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നല്ല പ്രോഗ്രാം ആയിരുന്നു. ഒത്തിരി ആളുകൾ നമ്മളെ ബയോട്ടോറിയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരെല്ലാം നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. തിങ്കളാഴ്ച നമ്മുടെ പാലക്കാട് BOP ആണ്. എല്ലാ പ്രോഗ്രാം സെന്ററുകളിലും നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. പരമാവധി പ്രോഗ്രാം സെന്ററിലേക്ക് എത്തണം. അതേപോലെ തന്നെ ചൊവ്വാഴ്ചയാണ് പാലക്കാട് BOP, ബുധനാഴ്ച തൃശ്ശൂർ BOP ഉണ്ട്, വ്യാഴാഴ്ച നമ്മുടെ പെരുമ്പാവൂർ NDOP ഉണ്ട്. ഇങ്ങനെ ഓരോ പ്രോഗ്രാമും ചാർട്ട്, ഈ പ്രോഗ്രാം സെന്ററുകളെല്ലാം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ടീമിനെ അവിടെ എത്തിച്ചുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ, ഇല്ലേ. എല്ലാവരും ഇന്നിപ്പോ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങുക, കൂടുതൽ ആളുകളെ കാണുക. ഉറപ്പാണ് വിജയം നിങ്ങളുടെ പിറകെ തന്നെ ഉണ്ട്, മനസ്സിലായ, നിങ്ങളുടെ പിറകെ തന്നെ വിജയമുണ്ട്. അത് നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ബയോട്ടോറി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു മാം. പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.